ഹലോ ഗായ്സ്, എൻ്റെ മറ്റൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റവ ഉപയോഗിച്ച് നല്ലൊരു സ്വീറ്റ് റോളാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എങ്ങനെ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ ഒരു 1.5 ബൗൾ റവ എടുത്തിട്ടുണ്ട്. ആ റവ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ബൗളിന് 1.5 കപ്പ് ബൗളാണ് റവ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഡീപ്പായിട്ട് ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെറിയതായിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയ ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നല്ലോണം ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ആ പാല് കുറേശ്ശെ റവയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ കുറേശ്ശെ റവയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിതിലേക്ക് ഒരു കപ്പ് പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ 1 കപ്പ് പാലും ഈ റവയിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് നല്ലോണം റവയൊന്ന് മിക്സ് ചെയ്ത് അപ്പോഴത്തേക്ക് നമുക്ക് റവ നല്ലോണം ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു സ്മൂത്തായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്കിത് കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നല്ലോണം ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കാം. ഇപ്പം ഞാൻ തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഒരുപാടങ്ങ് തണുക്കണ്ട, ചെറിയൊരു ചൂടും വേണം. ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്യൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും, നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡറും നെയ്യും കൂടെ ചേർത്ത് നല്ലോണം ഇതൊന്ന് കുഴച്ചെടുക്കണം. കാരണം നല്ല സ്മൂത്തായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടുന്നിടം വരെ നല്ലോണം ഇത് കുഴച്ചെടുക്കുക. അപ്പം നല്ലോണം കുഴച്ചെടുത്ത ശേഷം ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പം നല്ലോണം ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് സ്പോഞ്ചി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 5 മിനിറ്റ് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട പഞ്ചസാര പാനി തയ്യാറാക്കാം. ഞാനൊരു 1.5 കപ്പ് ബൗൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഗ്യാസിൽ വെച്ച് നല്ലോണം ഒന്ന് പാനിയാക്കി എടുക്കണം. അപ്പോൾ ഈ പാനിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ റവ റോള് തയ്യാറാക്കാം. അപ്പം കുറേശ്ശെ കയ്യിലെടുക്കുക. ഇച്ചിരി നെയ്യോ എണ്ണയോ കൈ തടവിട്ട് കുറച്ച് റവ റോൾ എടുക്കുക. ഈ ഒരു ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഏത് ഷേപ്പ് വേണമെങ്കിലും തയ്യാറാക്കാം. ഞാനിപ്പോൾ ആ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് പഞ്ചസാരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് 2 ഏലക്കായും നാരങ്ങാനീരും ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരപ്പാനി. അപ്പം പാനി തയ്യാറാകുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനെല്ലാം ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്.
അപ്പം നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പം നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം പാനി തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അത് യൂസ് ചെയ്യുക. അപ്പം എണ്ണ ചൂടായ ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന റവ റോള് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലോണം. ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ ഇത് നല്ലോണം ഒന്ന് ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല ബബിൾ രൂപത്തിൽ ഇത് പൊങ്ങി വരും. നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്നത് കൊണ്ട് എണ്ണയിലിടുമ്പോഴത്തേക്ക് നല്ല ബബിളായിട്ട് ഇത് പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആകണം. അപ്പം ഞാൻ ഫ്രൈ ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ചൂടായി കിടക്കുന്ന പാനിയിലോട്ട് ഇട്ട് കൊടുക്കാം, പഞ്ചസാര പാനിയിലോട്ട്. അപ്പം ചൂടോട് തന്നെ ഇത് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ പഞ്ചസാര പാനി നല്ല ചൂടായിട്ട് വേണം. അപ്പം ഞാൻ ഫ്രൈ ചെയ്ത എല്ലാ റവ റോളും പഞ്ചസാര പാനിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായ പാനിയിലോട്ട് തന്നെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് സോക്കിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ പഞ്ചസാര പാനിയിലേക്ക് ഞാൻ ഉണ്ടാക്കിയ റവ റോളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് സോക്കിങ്ങിനായിട്ട്. ഇത് നമുക്ക് ഒരു ദിവസം ഫുള്ള് ഇടുകയാണെങ്കിൽ പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് പഞ്ചസാര പാനിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഞ്ചസാര പാനി സോക്കിങ്ങിനായിട്ട് ഞാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. റവ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് സിമ്പിളായിട്ടും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാം സോക്കിങ്ങിനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പഞ്ചസാര പാനി എല്ലാം നമ്മുടെ റവ റോളിൽ സോക്കിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പം ഞാനെല്ലാം ബൗളിലോട്ട് അടുക്കി വെച്ച് പാനിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.